എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 9ാം ക്ലാസ്സിൻ്റെ കേരള സിലബസിലെ 9ാം ക്ലാസ്സിൻ്റെ ഫിസിക്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം പഠിച്ചതിൻ്റെ തുടർച്ചയാണ് ഈ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് ബോയൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചാണ്. അതായത് പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകത്തെക്കുറിച്ച്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബോയൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഡെൻസിറ്റി എന്ന ഫാക്ടറിനെ കുറിച്ചാണ്, സാന്ദ്രത എന്ന ഫാക്ടറിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അത് നമ്മൾ വിവിധ ലിക്വിഡുകളിലായിട്ടുള്ള ബോയൻസി എങ്ങനെയാണ് അതിൻ്റെ ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ അതിൻ്റെ ആക്ടിവിറ്റി ചെയ്ത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അവിടെ ഒരു ദ്രാവകത്തിൻ്റെ ബോയൻസി എന്ന് പറയുന്നത് അതിൻ്റെ ഡെൻസിറ്റിയെ സ്വാധീനിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതായത് ദ്രാവകങ്ങളുടെ സാന്ദ്രതയ്ക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അതിൻ്റെ ബോയൻസി. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് ബോയൻസിയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകത്തെക്കുറിച്ചാണ്. ആ ഘടകം എന്ന് പറയുന്നത് വോളിയമാണ്, അതായത് വ്യാപ്തം. അപ്പോൾ നമുക്കാദ്യം ഈ വ്യാപ്തം എങ്ങനെയാണ് ബോയൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് ഒന്ന് പരിശോധിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് പോകാം. ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് വോളിയം ബോയൻസിയെ സ്വാധീനിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് രണ്ട് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. ഒന്ന് ഒരു അയൺ ബ്ലോക്കാണ്, മറ്റൊന്ന് കോപ്പറിൻ്റെ ഒരു ബ്ലോക്കാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും വെയിറ്റ് സെയിം ആണ്. അപ്പോൾ സെയിം വെയിറ്റുള്ള അയണിൻ്റെ ഒരു ബ്ലോക്ക്, കോപ്പറിൻ്റെ ഒരു ബ്ലോക്ക്, ഒരു ഇരുമ്പ് കട്ടയും ഒരു ചെമ്പ് കട്ടയും, രണ്ടിൻ്റെയും വെയിറ്റ് സെയിം ആണ്. എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അയണിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് കുറവും അതിൻ്റെ വോളിയം കൂടുതലുമാണ്. കോപ്പറിൻ്റെ ഡെൻസിറ്റി കൂടുതലും എന്നാൽ അതിൻ്റെ വോളിയം കുറവുമാണ്. പക്ഷേ രണ്ടുപേരുടെയും വെയിറ്റ് സെയിം ആണ്, സെയിം വെയിറ്റ് ആണ്. നമുക്കിവയെ ജലത്തിലേക്കിട്ട് അവയുടെ ബോയൻസി നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് ബ്ലോക്കുകൾ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ അയൺ ബ്ലോക്കിനെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുക്കുന്നു. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു സ്പ്രിംഗ് ബാലൻസിൽ ആദ്യം ഈ അയണിൻ്റെ വെയിറ്റ് നമ്മൾ ഇതിൻ്റെ വെയിറ്റ് നേരത്തെ നോക്കണം. അപ്പോൾ അയണിൻ്റെ വെയിറ്റ് നമ്മൾ ഈ വെള്ളത്തിലിടുന്നതിന് മുൻപ് അയണിൻ്റെ വെയിറ്റ് നോക്കിയാൽ അയണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 4 ന്യൂട്ടനാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ അയൺ ബ്ലോക്കിനെ നമ്മൾ എന്ത് ചെയ്തു? ഈ വെള്ളത്തിലേക്ക് മുക്കിയിട്ടിട്ട് അതിൻ്റെ വെയിറ്റ് നമ്മൾ പരിശോധിച്ചപ്പോൾ 2 ന്യൂട്ടനാണ് അതിൻ്റെ വെയിറ്റ് കിട്ടിയിരിക്കുന്നത്. അതായത് ഭാരക്കുറവ്. അതായത് ഇവിടെ ഇപ്പോൾ ആക്ച്വലി 4 ആയിരുന്നു അയണിൻ്റെ വെയിറ്റ്. വായുവിൽ നമ്മൾ നോക്കുമ്പോൾ, സ്പ്രിംഗ് ബാലൻസ് വെച്ച് നോക്കുമ്പോൾ 4 ന്യൂട്ടനായിരുന്നു അയൺ ബ്ലോക്കിൻ്റെ വെയിറ്റ് എങ്കിൽ അതിനെ നമ്മൾ ജലത്തിലേക്കിട്ട് നോക്കിയപ്പോൾ എത്ര കാണിച്ചു? 2 ന്യൂട്ടൺ. അപ്പോൾ ഇവിടെ 2 ന്യൂട്ടൺ ലോസ് സംഭവിച്ചു, കുറവ് സംഭവിച്ചു അല്ലേ? ആ കുറവെന്ന് പറയുന്നത് എങ്ങനെ സംഭവിച്ചതാ? ഈ ജലം ഈ അയൺ ബ്ലോക്കിലേക്ക് കൊടുത്ത ഒരു ഫോഴ്സാണ്. ഏതാണ് ആ ഫോഴ്സ്? ബോയൻസി ഫോഴ്സ്. അപ്പോൾ ഇവിടെ ഉണ്ടായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 4ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 ന്യൂട്ടൺ. ഇനി നമ്മൾ
കോപ്പർ ബ്ലോക്കിനെ നമ്മൾ ജലത്തിലേക്ക് ഇടുന്നു. അപ്പോൾ അതിന് മുൻപായി ആദ്യം കോപ്പറിൻ്റെ വെയിറ്റ് നമ്മൾ സ്പ്രിംഗ് ബാലൻസിൽ നോക്കുക, അതായത് വായുവിലുള്ള വെയിറ്റ്. അപ്പോൾ അത് 4 ന്യൂട്ടൺ നമുക്ക് കിട്ടി. അതിനുശേഷം ദാ ഈ വെള്ളത്തിലേക്ക് ആ കോപ്പർ ബ്ലോക്കിനെ നമ്മൾ ഈ സ്പ്രിംഗ് ബാലൻസ് ഉൾപ്പെടെ ഇതുപോലെ ഇടുക. അപ്പോൾ നമുക്ക് 3 ന്യൂട്ടൺ ആണ് അവിടെ കിട്ടുന്നത്. അതായത് ഇതിലെ റീഡിങ്സ് നമുക്ക് കാണിക്കുന്നത് എത്രയായിരിക്കും? 3 ന്യൂട്ടൺ വെയിറ്റ് അവിടെ കാണിക്കും. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കിയാൽ എത്രയാണ്? 1 ന്യൂട്ടനാണ്. അതായത് 4ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 1 ന്യൂട്ടൺ അവിടുത്തെ വ്യത്യാസം കാണിക്കും. ആ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് ഈ ജലം ആ കോപ്പർ ബ്ലോക്കിലേക്ക് കൊടുക്കുന്ന ബോയൻസി ഫോഴ്സ് ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നമ്മളൊന്ന് പരിശോധിച്ചാൽ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 2 വസ്തുക്കളുടെ ഭാരം തുല്യമാണ്, എന്നാൽ അവയുടെ വോളിയം ഡിഫറൻ്റ് ആണ്. അപ്പം വോളിയത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ച് ഇവിടുത്തെ ബോയൻസിക്കും എന്ത് സംഭവിക്കുന്നു? വ്യത്യാസം സംഭവിക്കുന്നു. ഇവിടെ ഇപ്പം നോക്കുക നിങ്ങൾ, അയൺ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ വോളിയം നമുക്കറിയാം കൂടുതലാണ്. അയൺ ബ്ലോക്കിൻ്റെ വോളിയം കൂടുതലായതുകൊണ്ട് അതിൻ്റെ ബോയൻസി കൂടുതലാണ്. കണ്ടോ? ഇനി കോപ്പർ ബ്ലോക്കിൻ്റെ വോളിയം എന്ന് പറയുന്നത് കുറവാണ്, അതുകൊണ്ട് അതിൻ്റെ ബോയൻസി കുറവാണ്. അപ്പോൾ അവിടെ കിട്ടിയിരിക്കുന്ന ബോയൻസി 1 ന്യൂട്ടനാണ് കോപ്പറിൻ്റെ. എന്നാൽ അയണിൻ്റെ എത്രയാണ്? 2 ന്യൂട്ടനാണ്. എന്നാൽ നമ്മൾ അയണിനെയും കോപ്പറിനെയും താരതമ്യം ചെയ്യുമ്പോൾ അയണിൻ്റെ വോളിയം കൂടുതലാണ്, അതിൻ്റെ വ്യാപ്തം കൂടുതലാണ്, അതുകൊണ്ട് അതിൻ്റെ ബോയൻസി കൂടുതലാണ്. അതേപോലെ തന്നെ കോപ്പർ ബ്ലോക്കിൻ്റെ വോളിയം കുറവായതുകൊണ്ട് അതിൻ്റെ ബോയൻസി കുറവാണ്. അപ്പോൾ നമുക്കിവിടെ നിന്നൊരു കൺക്ലൂഷനിലെത്താം, നമുക്കൊരു നിഗമനത്തിലെത്താം. സെയിം വെയിറ്റുള്ള 2 വസ്തുക്കളെ നമ്മൾ ഒരു ദ്രാവകത്തിലേക്ക് ഇടുകയാണെങ്കിൽ അവിടെ ആ വസ്തുക്കൾ തമ്മിലുള്ള വോളിയത്തിൻ്റെ വ്യത്യാസമനുസരിച്ച്, അവയുടെ വ്യാപ്തത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് അവരുടെ ബോയൻസിക്കും വ്യത്യാസമുണ്ടാകും. അപ്പം നമ്മളുടെ നിഗമനം എന്താണ്? ബോയൻസി ഫോഴ്സ്, അടുത്ത നമ്മൾ നിഗമനത്തിലേക്ക് എത്തുന്നു. ബോയൻസി ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോളിയം ഓഫ് ലിക്വിഡ്. അതായത് ലിക്വിഡിൻ്റെ വോളിയം ഓഫ് ദി സബ്സ്റ്റൻസ്. അപ്പം നമുക്കൊരു നിഗമനത്തിലെത്താം. എന്താണ് ആ നിഗമനം? ബോയൻസി ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോളിയം ഓഫ് ദി സബ്സ്റ്റൻസ്. പദാർത്ഥങ്ങളുടെ വ്യാപ്തത്തിന് അനുസൃതമായിട്ട് അവിടുത്തെ ബോയൻസി ഫോഴ്സ് ഉണ്ടാകുന്നു. ഇതാണ് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 2 ആക്ടിവിറ്റിയിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താണ്? ബോയൻസി ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചായിരുന്നു. അതിൽ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഡെൻസിറ്റി ആയിരുന്നു, അതായത് വ്യാപ്തം. അപ്പോൾ ഡെൻസിറ്റി വ്യത്യാസപ്പെടുമ്പോൾ, സാന്ദ്രത വ്യത്യാസപ്പെടുമ്പോൾ അവിടുത്തെ ബോയൻസിക്കും വ്യത്യാസമുണ്ടാകുന്നു. അപ്പോൾ അതതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ എന്താണ്? ഒരു പദാർത്ഥങ്ങളുടെ വോളിയം വ്യത്യാസപ്പെടുമ്പോൾ അവയുടെ ബോയൻസിക്കും വ്യത്യാസം സംഭവിക്കുന്നു. അടുത്തതായി ദ്രാവകങ്ങളുടെ ബോയൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ നിയമത്തെ അറിയപ്പെടുന്നത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്നാണ്.
അപ്പോൾ നമുക്ക് ഈ നിയമം പഠിക്കുന്നതിന് മുൻപ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ നമുക്ക് രണ്ട് വസ്തുക്കൾ, ഒന്ന് ഒരു കല്ലും മറ്റൊന്നൊരു അയൺ ബ്ലോക്കും, പിന്നെ കുറച്ച് വെള്ളവും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോണും അതുപോലെ തന്നെ അയൺ ബ്ലോക്കും നമുക്ക് തന്നിരിക്കുന്നു. നമ്മൾ ഈ ആക്ടിവിറ്റി തുടങ്ങുന്നതിന് മുൻപ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടിൻ്റെയും വെയിറ്റ് ആദ്യം ഈ സ്പ്രിംഗ് ബാലൻസിൽ വായുവിൽ വെച്ച് അളക്കുക. അപ്പോൾ സ്റ്റോണിൻ്റെ അളന്നപ്പോൾ ഒരു 5 ന്യൂട്ടൺ കിട്ടി. ഇത് ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ്, കൃത്യമല്ല, നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നില്ലല്ലോ ഇവിടെ, നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കണക്കാണ്, ഫിഗറാണിത്. അപ്പോൾ ആ സ്റ്റോണിൻ്റെ വെയിറ്റ് നമ്മൾ ആദ്യം വായുവിൽ വെച്ച് മെഷർ ചെയ്യുന്നു. അങ്ങനെ മെഷർ ചെയ്തപ്പോൾ 5 ന്യൂട്ടൺ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇതേപോലെ ഒരു പാത്രം എടുക്കുന്നു. ആ പാത്രത്തിൻ്റെ ഒരു പകുതിയോളം വെള്ളം നിറയ്ക്കുക. എന്നിട്ട് ആ പാത്രത്തിൻ്റെ ഇവിടെ നിന്ന് ഒരു ചെറിയ ഒരു പൈപ്പ് താഴേക്ക് വരണം. അത് മറ്റൊരു പാത്രത്തിലേക്കായിരിക്കണം ആ പൈപ്പ് ഇട്ടിരിക്കുന്നത്, ഒരു വേയാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വായുവിൽ വെച്ച് അളന്ന സ്റ്റോണിനെ ഈ സ്പ്രിംഗ് ബാലൻസ് വെച്ചിട്ട് നേരെ ഈ വെള്ളത്തിലേക്ക് മുക്കുക. അങ്ങനെ വെള്ളത്തിലേക്ക് മുക്കുമ്പോൾ നമുക്കിവിടെ ഈ ജലനിരപ്പിൽ നിന്നും കുറച്ച് വെള്ളം ഒഴുകി ഈ ചെറിയ പാത്രത്തിൽ നിറയുന്നത് നമുക്ക് കാണാം. അതിനോടൊപ്പം തന്നെ ഈ റീഡിങ്സ്, ഈ സ്പ്രിംഗ് ബാലൻസിലെ റീഡിങ്സും വ്യത്യാസപ്പെടും. ഈ കല്ലിൻ്റെ അതെത്രയാണ്? 3 ന്യൂട്ടൺ. ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് കല്ലിനെ ഈ ജലത്തിലേക്ക് മുക്കിയപ്പോൾ എന്തുകൊണ്ടാണ് ജലം പുറത്തേക്ക് പോയത്? അതിന് കാരണം നമുക്കറിയാം, ഒരു വസ്തുവിന് ഇരിക്കണമെങ്കിൽ ഒരു സ്പേസ് അത്യാവശ്യമാണ്. അപ്പം ഈ കല്ലിന് ഈ ജലത്തിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്പേസ് ഇതിന് വേണം. അപ്പം ഇത്രത്തോളം ജലം കിടക്കുന്ന സമയത്താണ് ഈ കല്ലിനെ നമ്മൾ ഈ ജലത്തിലേക്ക് താഴ്ത്തിയത്. അപ്പോൾ ഈ കല്ലിന് കൂടി ഇവിടെ ഇരിക്കാൻ ആവശ്യമായ ഒരു സ്പേസ് ഇവിടെ ഉണ്ടാകണമെങ്കിൽ കുറച്ച് വെള്ളം എന്ത് ചെയ്യേണ്ടി വരും? പുറത്തേക്ക് പോകേണ്ടി വരും. എന്ന് പറയുമ്പോൾ ഈ കല്ലിനെ ഈ ജലം ആദേശം ചെയ്യാൻ തക്കവണ്ണമുള്ള വെയിറ്റ് പുറത്തേക്ക് ജലത്തെ തള്ളുന്നു. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇതിന് തുല്യമായ, അതായത് ഇതിൻ്റെ വെയിറ്റിന് തുല്യമായ ജലമാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ജലത്തിൻ്റെ വെയിറ്റും അളന്നു നോക്കിയാൽ ആരുടെ വെയിറ്റിന് തുല്യമായിരിക്കും? ഈ കല്ലിൻ്റെ വെയിറ്റിന് തുല്യമായിരിക്കും. അപ്പോൾ ഇവിടുത്തെ വെയിറ്റ് ലോസ് നിങ്ങൾ നോക്കുക. ഇവിടെ എത്രയാണ്? 5 - 3 = 2 ന്യൂട്ടൺ. അപ്പോൾ ഇവിടെ 2 ന്യൂട്ടൺ ആണ് മുകളിലേക്ക് എന്ത് സംഭവിച്ചത്? ബോയൻസി ഉണ്ടായത്. അത്രയും തന്നെയാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? പുറത്തേക്ക് വരുന്ന ജലത്തിൻ്റെ അളവും. അപ്പോൾ ഇവിടെ വരുന്ന വെയിറ്റ് ഓഫ് വാട്ടർ ഓവർഫ്ലോ, അതായത് പുറത്തേക്ക് ഒഴുകുന്ന ഈ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ പരിശോധിച്ചാൽ അതിൻ്റെയും വെയിറ്റ് എത്രയായിരിക്കും? 2 ന്യൂട്ടൺ ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യുന്നത് അയൺ ബ്ലോക്കാണ്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആദ്യം അയൺ ബ്ലോക്കിൻ്റെ വെയിറ്റ് നമ്മൾ പരിശോധിക്കുന്നു. അങ്ങനെ അയൺ ബ്ലോക്കിൻ്റെ വെയിറ്റ് വായുവിൽ വെച്ച് പരിശോധിച്ചപ്പോൾ 10 ന്യൂട്ടൺ കിട്ടിയെന്നിരിക്കട്ടെ. അതിനുശേഷം നമ്മൾ മുൻപ് ചെയ്ത പോലെ തന്നെ ആ സ്പ്രിംഗ് ബാലൻസിൽ അയൺ ബ്ലോക്ക് ഇട്ടു. എന്നിട്ട് അതിനെ നമ്മൾ ജലത്തിലേക്ക് താഴ്ത്തി. ആ സമയത്തും കുറച്ച് വെള്ളം എന്ത് ചെയ്യും? പുറത്തേക്ക് ഒഴുകും. ആ ചെറിയ പാത്രത്തിൽ വന്ന് നിറയും. ആ സമയത്തെ വെയിറ്റ് എന്ന് പറയുന്നത് 6 ന്യൂട്ടൺ ആണ്. അപ്പോൾ ഈ റീഡിങ്സ് എത്ര കാണിച്ചു? 6 ന്യൂട്ടൺ. ഓക്കെ, ഇനി നമ്മൾ ഇവിടുത്തെ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് 10 - 6 =
4 ന്യൂട്ടണാണ്. 10-ൽ നിന്നും 6 മൈനസ് ചെയ്യുമ്പോൾ 4 ന്യൂട്ടൺ. ഇപ്പം 4 ന്യൂട്ടണാണ് ഇവിടെ വെയിറ്റ് ലോസ് സംഭവിച്ചത്. മീൻസ് ഈ വെള്ളം മുകളിലേക്ക് കൊടുത്ത ബോയൻസി എന്ന് പറയുന്നത് 4 ന്യൂട്ടണാണ്. അപ്പോൾ ആ ബ്ലോക്കിന് ഇവിടെ ഇരിക്കാൻ തക്കവണ്ണമുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പുറത്തേക്ക് പോയ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ പരിശോധിച്ചാൽ ഇതും എത്ര തന്നെ ആയിരിക്കും? 4 ന്യൂട്ടൺ തന്നെ ആയിരിക്കും. അപ്പം ഇവിടെ ബോയൻസിയിലൂടെ ഓവർഫ്ലോ ചെയ്ത ആ ജലത്തിൻ്റെ വെയിറ്റും ഇവിടുത്തെ ബോയൻസിയും ഈക്വലായിരിക്കും. ഈ ഒരു നിയമം കണ്ടെത്തിയത് ആർക്കിമിഡീസ് എന്ന സയൻറ്റിസ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ ഈ നിയമത്തെ അറിയപ്പെടുന്നത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്നാണ്. അപ്പോൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ? വെൻ ആൻ ഓബ്ജക്റ്റ് ഈസ് ഇമേഴ്സഡ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ഇൻ എ ഫ്ലൂയിഡ്, അതായത് പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ. ഉദാഹരണത്തിന് ഇതാ ഭാഗികം എന്ന് പറയുമ്പോൾ ഇപ്പോൾ വെള്ളത്തിൻ്റെ ഇത്രയും ഭാഗം, ഈ അയൺ ബ്ലോക്ക് ഇത്രയും, അപ്പോൾ ഇത്രയും ഭാഗമല്ലേ ഇതിനകത്ത് താഴ്ന്നിരിക്കുന്നുള്ളൂ. അങ്ങനെ സംഭവിക്കുമ്പോഴും ഇവിടുന്ന് പുറത്തേക്ക് വെള്ളം പോകും. ആ പോകുന്ന വെള്ളം എന്ന് പറയുന്നത് ഇത്രയും ഭാഗത്ത് സ്ഥിതി ചെയ്യാൻ ആവശ്യമുള്ള വെള്ളമേ പോകത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായി? അല്ലാതെ ഈ ബ്ലോക്കിൻ്റെ മൊത്തം ആ വെയിറ്റിന് ഈക്വൽ അല്ല ഈ പുറത്തേക്ക് പോകുന്ന അവിടുത്തെ ആ വെള്ളം, ഓവർഫ്ലോ ചെയ്യുന്ന വെള്ളത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പം പൂർണ്ണമായും മുങ്ങിയിരുന്നാലോ അല്ലെങ്കിൽ ഇതേപോലെ ഭാഗികമായി മുങ്ങിയിരുന്നാലോ അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ബോയൻസി, ഈ രണ്ട് സ്ഥലത്തും ബോയൻസി ഉണ്ടാവും. കംപ്ലീറ്റ് ആയിട്ടിരിക്കുമ്പോഴും മുകളിലേക്ക് ഒരു തള്ളലുണ്ട്, ഇത്രയും ഇരിക്കുമ്പോഴും മുകളിലേക്ക് ഒരു തള്ളലുണ്ട്. അതാണല്ലോ ബോയൻസി എന്ന് പറയുന്നത്. അപ്പം ആ ബോയൻസി എന്ന് പറയുന്നത് ഈ പുറത്തേക്ക് പോകുന്ന ആ ലിക്വിഡിൻ്റെ വെയിറ്റിന് തുല്യമായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഓവർഫ്ലോ ചെയ്ത് പോകുന്ന ആ ലിക്വിഡിൻ്റെ വെയിറ്റും ഇവിടുത്തെ ബോയൻസിയും കൂടെ നമ്മൾ പരിശോധിച്ചാൽ അത് ഈക്വലായിരിക്കും. ഇതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. അപ്പോൾ when an object is immersed partially or completely in a fluid, the buoyancy experienced by it will be equal to the weight of the fluid displaced by it. അതായത് ഇവിടെ ഉണ്ടാകുന്ന ബോയൻസി എന്ന് പറയുന്നത് ഇവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആവുന്ന ഫ്ലൂയിഡിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. ആ ഓബ്ജക്റ്റിൽ മുങ്ങിയിരിക്കുന്ന ഒരു വസ്തു, അത് പാർഷ്യലിയോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലിയോ, പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന പ്ലവക്ഷമ ബലം അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. അപ്പോൾ ഈ നിയമം കണ്ടുപിടിച്ചത് ആർക്കിമിഡീസ് എന്ന സയൻറ്റിസ്റ്റാണ്. അപ്പോൾ അതിന് അദ്ദേഹത്തെ വഴിതെളിച്ച ഒരു ഇൻസിഡൻറ്റ് ഉണ്ട്. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ആ ഇൻസിഡൻറ്റ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മൾ മുൻപൊക്കെ നിങ്ങളത് കേട്ടിട്ടുണ്ട്. അതിന് സംബന്ധിച്ചിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ്. അപ്പോൾ ആ ഇൻസിഡൻറ്റ് എന്താണെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ആർക്കിമിഡീസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ജനിച്ചത് തെക്കൻ ഇറ്റലിയിലെ തുറമുഖ നഗരമായ സിറാക്യൂസിലാണ്. BC 287 അദ്ദേഹം ജനിച്ചത്. അന്ന് ഇറ്റലി ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് ഹെയ്റോ രണ്ടാമനായിരുന്നു. അദ്ദേഹത്തിന് ഒരു സ്വർണത്തിൻ്റെ കിരീടം പണിയണമെന്ന് ആഗ്രഹമുണ്ടാവുകയും അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള സ്വർണ്ണപ്പണിക്കാരനെ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ സ്വർണ്ണപ്പണിക്കാരൻ കൃത്യമായി രാജാവ് പറഞ്ഞ മോഡലിലുള്ള മനോഹരമായ ഒരു കിരീടം പണിഞ്ഞ് രാജാവിന് കൊണ്ട് കൊടുത്തു. പക്ഷെ രാജാവിനൊരു സംശയം, ഈ സ്വർണത്തിൽ മായം ചേർന്നിട്ടുണ്ടോ എന്ന്.
അപ്പം മായം ചേർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അക്കാലത്ത് പ്രത്യേകിച്ചുള്ള സംവിധാനങ്ങളൊന്നും ഇന്നത്തെ പോലെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഇറ്റലിയിലെ ഏറ്റവും അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനായിട്ടുള്ള മഹാനായിട്ടുള്ള ആർക്കിമിഡിസിനെ വിളിച്ചിട്ട് രാജാവ് പറഞ്ഞു, ഈ കിരീടത്തിൽ മായം കലർന്നിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. രാജകൽപ്പനയാണ്. ആർക്കിമിഡീസിന് വല്ലാത്ത വിഷമത്തിലാക്കിയ ഒരു കൽപ്പനയായിരുന്നു അത്. കാരണം ഇപ്പൊ സ്വർണത്തിൻ്റെ പരിശുദ്ധി അളക്കുക എന്ന് പറയുന്നത് അതിൻ്റെ സാന്ദ്രത പരിശോധിച്ചാൽ മാത്രമേ, ഡെൻസിറ്റിയെ ബേസ് ചെയ്ത് മാത്രമേ കണക്കാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ മാസ് ബൈ വോളിയമാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു വസ്തുവിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എന്ന് പറയുന്നത് മാസ് ബൈ വോളിയമാണ്. അപ്പോൾ ഇത് ആർക്കിമിഡീസിന് അറിയാം. അപ്പോൾ സ്വർണത്തിൻ്റെ ഡെൻസിറ്റി പരിശോധിച്ചാൽ ഇതിനകത്തിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ അന്നത്തെ കാലത്ത് മാസ് അളക്കാനുള്ള സംവിധാനമുണ്ട്, വെയിറ്റ് നോക്കാൻ. പക്ഷേ ഈ വോളിയം അളക്കാൻ, വ്യാപ്തം അളക്കാനുള്ള സംവിധാനം അക്കാലത്തുണ്ടായിരുന്നില്ല. ഇതായിരുന്നു ആർക്കിമിഡീസിനെ കുഴപ്പിച്ച, അദ്ദേഹത്തെ സങ്കടത്തിലാക്കിയ ഒരു കാര്യം. അങ്ങനെ അദ്ദേഹം ആകെ ചിന്താമഗ്നനായി ഇതിങ്ങനെ എങ്ങനെ കണ്ടുപിടിക്കുമെന്നുള്ള ആ ഒരു വഴി ആലോചിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കുളിമുറിയിലെ ബാത്ത് ടബിൽ കുളിക്കാനായിട്ട് അദ്ദേഹം ഇറങ്ങി. അപ്പോൾ ബാത്ത് ടബ് തുളുമ്പ് വെള്ളം കിടക്കുകയാണ്, നിറഞ്ഞ്, അതിൻ്റെ മുകൾ വരെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. അദ്ദേഹം പതുക്കെ കാലെടുത്ത് ആ ബാത്ത് ടബിലേക്ക് വെച്ചു. അപ്പോൾ കുറച്ച് വെള്ളം വെളിയിലേക്ക് പോകുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. വീണ്ടും അദ്ദേഹം പൂർണ്ണമായും ബാത്ത് ടബിലേക്ക് ഇറങ്ങി. ആ സമയത്തും കുറേ വെള്ളം വെളിയിലേക്ക് ഒഴുകി പോകുന്നത് കണ്ടു. അദ്ദേഹം നിശ്ചലനായി കുറച്ച് സമയം ആ ബാത്ത് ടബിൽ കിടന്ന സമയത്ത് ഈ വെള്ളം ഒഴുകി അതിൻ്റെ ഒഴുക്കങ്ങ് നിലച്ചു. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു കാര്യം മനസ്സിലായി. എന്തുകൊണ്ടാണ് ഈ വെള്ളം വെളിയിലേക്ക് ഒഴുകിപ്പോയത്? അതായിരുന്നു അദ്ദേഹം ചിന്തിച്ചത്. ആ ചിന്തയിൽ അദ്ദേഹം ഒരു നിഗമനത്തിലെത്തി. ഈ ബാത്ത് ടബിൽ തനിക്ക് ഇരിക്കാൻ ആവശ്യമായ ഒരു സ്പേസ് അവിടെ ഉണ്ടാകണമെങ്കിൽ അതിന് അനുസരിച്ചുള്ള വെള്ളം പുറത്തേക്ക് പോകണം. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു വസ്തുവിനിരിക്കാൻ, ഒരു സ്ഥിതി ചെയ്യാൻ ഒരു സ്ഥലം ആവശ്യമാണ്. അതാണ് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ പുറത്തേക്ക് പോയ വെള്ളത്തിൻ്റെ ഭാരം അളന്നാൽ അത് തൻ്റെ വോളിയം, തൻ്റെ വ്യാപ്തം ആകുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പെട്ടെന്ന് അദ്ദേഹം യുറേക്ക യുറേക്ക എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് നേരെ കൊട്ടാരത്തിലേക്ക് നഗ്നനായി ഓടിയെന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ അദ്ദേഹം അവിടെ ചെന്നു രാജാവിനോട് തൻ്റെ ഈ കണ്ടുപിടുത്തം അവതരിപ്പിക്കുകയും അങ്ങനെ ആ കിരീടത്തിൻ്റെ മായം കലർന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹം ഈ രീതിയിൽ ഡെൻസിറ്റി പരിശോധിച്ച് കണ്ടെത്തുകയും അതിനുള്ളിൽ മായം ചേർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു, കണ്ടുപിടിക്കുകയും ചെയ്തു. അങ്ങനെ നിരവധി പരീക്ഷണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സംഭാവനകളും അദ്ദേഹം നമ്മുടെ ശാസ്ത്ര രംഗത്തിന് നൽകുകയുണ്ടായി. അങ്ങനെ BC 212 രണ്ടാം പ്യൂണിക് യുദ്ധത്തിൽ വെച്ച് ഒരു റോമൻ പട്ടാളക്കാരൻ്റെ വാളിനാൽ അദ്ദേഹം വധിക്കപ്പെടുകയുമായിരുന്നു ചരിത്രം പറയുന്നത്. അപ്പം നമ്മൾ ഈ മഹാന്മാരെ കുറിച്ച് ഇവിടെ പറയുന്നത്, നിങ്ങൾ ഈ ചാപ്റ്ററുകളിൽ പഠിക്കുമ്പോൾ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ നമ്മുടെ ശാസ്ത്ര രംഗത്ത്
നമ്മുടെ ശാസ്ത്ര ലോകത്തിന് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരുപാട് മഹാരഥന്മാരുണ്ട്. അപ്പോൾ അവരുടെ ജീവചരിത്രങ്ങളും അവരുടെ കണ്ടുപിടുത്തങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള കുറേ സംഭവങ്ങളും ഇൻസിഡൻറ്റുകളും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ആർക്കിമിഡീസ് ഇത്തരത്തിലൊരു ഇൻസിഡൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ കണ്ട് പിടിച്ചത്, ആ തത്വം അദ്ദേഹം രൂപീകരിച്ചത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം.